ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ 30K ബഡ്ജറ്റ് റേഞ്ചിൽ താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്യുന്ന വീഡിയോയിൽ താഴേക്ക് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ വീഡിയോ ചെയ്യാൻ പോകുന്നു. സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കനൊക്കെ പ്രസ് ചെയ്ത് ഓളിലൊക്കെ ആക്കിയിടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ലിസ്റ്റിലെ 5ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്. വിവോ V30 അല്ലെങ്കിൽ വിവോ V40. അപ്പോൾ ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിലാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ വിവോ V30 നോക്കാവുന്നതാണ്. പക്ഷേ അല്പം കൂടെയൊക്കെ ബഡ്ജറ്റ് പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ നമ്മുടെ വിവോ V40 ആയിരിക്കും കുറച്ചും കൂടെ ഒരു ബെസ്റ്റ് ചോയ്സ്. ഈ ഒരു വിവോ V30 എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. 2800 നിറ്റ്സിൻ്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ആണ്. അപ്പോൾ ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ഇതൊരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 50 മെഗാപിക്സലിൻ്റെ തന്നെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ എക്സ്ട്രയിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. സിംഗിൾ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുക്കാമായിരുന്നു, പക്ഷേ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ LPDDR4X+ UFS 2.2 ആണ് വരുന്നത്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 28,880 rupees ആണ്. യെസ്, അപ്പോൾ ഈ 29,000 rupeesന് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്. റിയൽമി GT60. അപ്പോൾ ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു റിയൽമി GT60 നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ LTPO കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ തന്നെ 7+ Gen 3 ആണ്. 7 Gen 3 അല്ല, 7+ Gen 3 ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്. സോണിയുടെ സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ സൂപ്പർ വൂക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത് ബൈ നമ്മുടെ Dolby Atmos. പിന്നെ LPDDR5X+ UFS 3.1. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 30,999 rupees ആണ്. ഒരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു റിയൽമി GT60 പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ F6. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു പോക്കോ F6 നോക്കാവുന്നതാണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 2400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ തന്നെ 7 Gen 3 ആണ്. അപ്പോൾ ഒരു ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പോക്കോ F6 പരിഗണിക്കാവുന്ന ഒന്നാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ്, പിന്നെ 20 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ട്സിൻ്റെ ടർബോ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, IP64, LPDDR5X+ UFS 4.0 കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+ 128GB ROM വേരിയന്റ് 29,999 rupees ആണ്. അപ്പോൾ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് നമ്മുടെ പോക്കോ F6. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്. മോട്ടോ H50 Pro. ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മോട്ടോ H50 Pro പരിഗണിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ 1.5K POLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 120 ഹെർട്സ് അല്ല, 144 ഹെർട്സ് കിട്ടുന്നുണ്ട്. നമ്മുടെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് പെർഫോമൻസും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഈ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ 13+10 എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. സെൽഫി ക്യാമറ വന്നിട്ടും 50 മെഗാപിക്സലാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഒരു ബ്ലോഗിങ്ങിനൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉപയോഗിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ട്സിന്റെ ചാർജിങ് ആണ്. 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. IP64 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ Dolby Atmos, UFS 2.2 ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഡീമെറിറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ് നമ്മുടെ മോട്ടോ H50 Pro. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+256GB ROM വേരിയന്റ് 28,949 rupees ആണ്. അപ്പോൾ ഈ ഒരു 29,000 rupeesന് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ് നമ്മുടെ മോട്ടോ H50 Pro. സോ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ സ്മാർട്ട് ഫോൺ, ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, ഒരു ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ്, ഒരു മെറ്റൽ ബിൽറ്റിലുള്ള സ്മാർട്ട് ഫോൺ ആണ്, നമ്മുടെ OnePlusന്റെ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ OnePlusന്റെ ഇപ്പോൾ ഇറങ്ങിയ Nord 4. അപ്പോൾ ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ് നമ്മുടെ OnePlusന്റെ Nord 4. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzന്റെ ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 1100 nitsന്റെ ബ്രൈറ്റ്നസ്, HDR10+. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7+ Gen 3 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ, LPDDR5X+, UFS 4.0 കിട്ടുന്നുണ്ട്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ 8+128GB ROM വേരിയന്റ് 29,999 rupees ആണ്. അപ്പോൾ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ OnePlusന്റെ Nord 4. അപ്പോൾ ഇതൊക്കെയാണ് അണ്ടർ 30K ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ ഇതിൽ ഏത് സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി ഏത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.